റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കനക്കുന്നതിന്റെ അലയൊലികൾ യുകെയിലും ദൃശ്യമാകുന്നതിന്റെ റിപ്പോർട്ടുകൾ പലരും പങ്കുവെക്കുന്നുണ്ട്. പ്രകോപനപരമായ പെരുമാറ്റവുമായി ഇന്ത്യക്കാർക്കെതിരെ പാകിസ്ഥാൻ വംശജർ പെരുമാറുന്നതിനുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. വേക്ക് ഫീൽഡിൽ 18 വയസ്സിനടുത്ത് പ്രായമുള്ള പാകിസ്ഥാനികൾ മലയാളി കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് വന്ന് നീ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതായിട്ടാണ് അറിയുവാൻ സാധിച്ചത്. ഇവിടെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ ഇന്ത്യക്കാരനായ ഒരാളെ പാകിസ്ഥാനികൾ മർദ്ദിച്ചതായിട്ടാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ വംശജർ പ്രകോപനം സൃഷ്ടിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പെൺകുട്ടികളെയും കൊച്ചുകുട്ടികളെയും ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടുന്നതിനുള്ള അപകട സാധ്യതകളെക്കുറിച്ച് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഇതിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂട്ടുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തുടർച്ചയായ പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. NHS കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിന്റെ ഭാഗമായി NHS ഇംഗ്ലണ്ടിലെ ആശുപത്രിയിലെ ജീവനക്കാരെയും സേവനങ്ങളെയും വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ചികിത്സയുടെയും പരിചരണത്തിന്റെയും കാര്യത്തിൽ റേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്ന കാര്യം പരിഗണനയിലാണെന്നാണ് അറിയുവാൻ സാധിച്ചത്. ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായി റീഹാബിലിറ്റേഷൻ സെന്റർ അടച്ചുപൂട്ടൽ, ടോക്കിംഗ് തെറാപ്പി സേവനങ്ങളിൽ കുറവ് വരുത്തുക, പ്രായമാകുന്നവരെ പരിചരിക്കുന്നതിനുള്ള കിടക്കകളുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങിയ നടപടികളാണ് സ്വീകരിക്കുന്നത്. 2025-26 കാലയളവിൽ നേരിടുന്ന 6.6 ബില്യൺ പൗണ്ടിന്റെ കമ്മിയെ മറികടക്കുവാൻ കടുത്ത നടപടികൾ സ്വീകരിക്കുവാൻ NHS ഇംഗ്ലണ്ടിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം മാക്കിംഗ് ആശുപത്രിക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷവും ഇത്തവണയും NHSന് സർക്കാർ 22 ബില്യൺ പൗണ്ടുകൾ അധികമായി നൽകിയിരുന്നു. എന്നിരുന്നാലും NHSലെ വിവിധ ട്രസ്റ്റുകൾ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ നടപടികൾ സ്വീകരിക്കുവാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് UK MP പ്രീതി പട്ടേൽ. ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കി ഭീകരാക്രമണത്തെ അപലപിച്ച പ്രീതി പട്ടേൽ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്ന് അറിയാമെന്നും വ്യക്തമാക്കി. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുമായി സഹകരണം ബ്രിട്ടൻ വർദ്ധിപ്പിക്കണമെന്ന് പ്രീതി പട്ടേൽ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 22 പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ ഭീകരർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് തലയ്ക്ക് വെടിയേറ്റാണ് മിക്ക ഇരകളും കൊല്ലപ്പെട്ടത്. ഈ ക്രൂര കൊലപാതകങ്ങളിൽ തകർന്ന എല്ലാ സഹോദരങ്ങളെയും ചേർത്ത് നിർത്തുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ ഈ സംഘർഷം അയയേണ്ടതുണ്ട്, യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യക്ക് തുടർച്ചയായി ഭീഷണി ഉയർത്തുന്നതും പൗരന്മാരുടെ ജീവൻ അപഹരിക്കുന്നതുമായ പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുവാനും സ്വയം പ്രതിരോധിക്കുവാനും ഇന്ത്യക്ക് ന്യായമായും അവകാശമുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാമെന്നും പ്രീതി പട്ടേൽ പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കെ അതീവ ജാഗ്രതയിൽ അതിർത്തി സംസ്ഥാനങ്ങൾ. ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പൊതുസ്ഥലസ്ഥാനമായ ചണ്ഡീഗഡിൽ ഇന്നു രാവിലെ അപായ സൈറൻ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചെന്നും എല്ലാവരും വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും ബാൽക്കണികളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ചണ്ഡീഗഡ് ഭരണകൂടം അറിയിച്ചു. എന്നാൽ 1 മണിക്കൂറിന് ശേഷം അലർട്ട് പിൻവലിക്കുകയും ചെയ്തു. രാത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോണാക്രമണം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയതിന് പിന്നാലെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിൽ. വ്യാഴാഴ്ച രാത്രി ജമ്മു, പഠാൻകോട്ട്, ഉധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർക്കുവാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെ സൈന്യം നിർവീര്യമാക്കിയിരുന്നു. ജമ്മു നഗരത്തിലും ഡിവിഷൻ മറ്റു ഭാഗങ്ങളിലും ഇന്നലെ രാത്രി നടന്ന പരാജയപ്പെട്ട പാകിസ്ഥാൻ ഡ്രോണാക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇപ്പോൾ ജമ്മുവിലേക്ക് പോകുന്നു. ഒമർ അബ്ദുള്ള എക്സിറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. സ്കൂളുകളുടെ അവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് സാഹചര്യമനുസരിച്ച് സർക്കാർ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ സ്കൂളുകൾ അടച്ചിടുവാൻ ജമ്മു കാശ്മീർ വിദ്യാഭ്യാസ മന്ത്രി സഖീന ഇറ്റു വ്യാഴാഴ്ച ഉത്തരവിട്ടിരുന്നു. വളർത്തുനായയുടെ നഖം കൊണ്ട് പോറലേറ്റ് പേവിഷബാധയുണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി സൂരജാണ് മരിച്ചത്. ബന്ധുവീട്ടിൽ വെച്ച് വളർത്തുനായയുടെ നഖം കൊണ്ട് പോറലേറ്റെങ്കിലും വിദ്യാർത്ഥി വാക്സിൻ എടുത്തിരുന്നില്ല. മൃതദേഹം എംബാം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറി. ഇനി കായിക വാർത്തകൾ. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് പരാജയപ്പെട്ടെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന് നായകൻ അജിങ്ക്യ രഹാനെ. അവസാന 3 മത്സരങ്ങൾ നന്നായി കളിച്ചുവെന്നും ഒരു ടീമെന്ന നിലയിൽ തങ്ങൾ തിരിച്ചു വരികയാണെന്നും രഹാനെ പറഞ്ഞു. ചെന്നൈക്കെതിരായ മത്സരത്തിൽ 2 വിക്കറ്റിനായിരുന്നു കൊൽക്കത്തയുടെ തോൽവി. 12 കളികളിൽ 11 പോയിന്റുമായി 6ാം സ്ഥാനത്താണ് കൊൽക്കത്ത. മറ്റു ടീമുകളുടെ പ്രകടനവും കൊൽക്കത്തയുടെ പ്ലേ ഓഫ് പ്രവേശനത്തിൽ നിർണായകമാണ്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.34 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ